ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മിക്കവാറുമുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് കാണാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ ചോദിക്കുന്ന എനിക്കൊരു ലീഡ്, ഞാൻ ഇത്രയും ചെയ്ത ഒരാളാണ്, എനിക്ക് എൻ്റെ അടുത്ത എക്സ്പെഡീഷൻ ഇങ്ങനെ എനിക്ക് ലീഡ് തരണം, എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, എന്നെ ഒഴിവാക്കി വിടാനല്ലാതെ പിടിച്ചിരുത്തി നമുക്ക് നീ ഇത്രയും ചെയ്തതല്ലേ, പൈസ വേണ്ട എനിക്ക് നീ ഇന്ന ആളെ ഒന്ന് പോയി കാണും, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ കാപട്യം മനസ്സിലാവുന്നത്. ഇവർ നാട് നന്നാക്കാനാണോ, ഇവർ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട് ഞാൻ മാത്രമല്ല, എത്രയോ സ്പോർട്സ് താരങ്ങൾ അവർ വെറും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ സ്പോർട്സിൽ വരുന്നത്. തീർച്ചയായും അവരുടെ പാഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ അവർക്ക് ജീവിതത്തിൽ ആ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജോലി കിട്ടും, ബാക്കിയുള്ള ജീവിതം സേഫ് ആക്കുക ഒരു ലക്ഷ്യം അവർക്കുള്ളത് എല്ലാവർക്കും. ഇദ്ദേഹം ഈ പറയുന്ന നമുക്കൊരു ഒളിമ്പ്യനെ, ശ്രീജേഷ് ഒരു ഒളിമ്പിക് താരമാണ്. അപ്പം അതുപോലെ നമുക്ക് എത്ര ശ്രീജേഷ് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത്. അദ്ദേഹം സ്വന്തമായിട്ട് വളർന്നു വന്ന ഒളിമ്പിക് താരമാണ്. അതുപോലെ എത്ര താരങ്ങളെ നമുക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ആരുടെ തെറ്റാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള 100 കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ക്രിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലൊക്കെ? ഞാൻ ബേസിക്കലി ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം, ഒരു ഫാസ്റ്റ് ബോളർ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ശ്രീശാന്ത് ഒക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. അപ്പോൾ അദ്ദേഹം നല്ല പേസ് ബോളറായിരുന്നു ആ സമയത്ത്. പിന്നെ അദ്ദേഹം MRF പേസ് അക്കാഡമിയിൽ പോയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തീ പാറുന്ന ബോളുകൾ വന്നു തുടങ്ങിയത്. അപ്പം ആ ഒരു അപ്ഗ്രേഡ് പുള്ളിക്കാരൻ നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹം വേൾഡ് ക്ലാസ് ബോളറായിട്ട് മാറിയത്. ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്നൊരു ബോളറാണ്. എനിക്ക് അതൊരു ബോളിംഗ് രോമാഞ്ചമാണ്. പക്ഷേ ഈ പറയുന്ന +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ലോങ് ജമ്പ് ചാടുകയും ഏത് തരത്തിൽ ഏത് ഉയരത്തിലേക്കും പോകാൻ പറ്റുന്ന ഒരുപാട് തരം ആൾക്കാർ മുകളിലേക്ക് പറക്കാത്തതിൻ്റെ കാരണം അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടുന്നില്ല. ചിലപ്പോൾ അവർക്കുള്ള ട്രെയിനിങ് ഇന്ത്യയിൽ കാണത്തില്ല, അത് ചിലപ്പോൾ യൂറോപ്പിലായിരിക്കും. അതിന് പോകണമെങ്കിൽ പൈസ വേണം. ആര് കൊടുക്കും ഇത്? മാത്രമല്ല അവരവരുടെ പാവപ്പെട്ട ഫാമിലിയിലായിരിക്കും പലരും വരുന്നത്. കാശുള്ള വീട്ടിലെ പല ആൾക്കാരും ഇതിനകത്ത് വരത്തില്ല. അവർ എ സിക്കകത്തിരുന്ന് അവർക്ക് ജീവിക്കാനുള്ള വക അവർക്ക് അവരുടെ ഫാമിലി തന്നെ പറഞ്ഞു കൊടുക്കും. ബിസിനസ്സുകാരാണ് എങ്ങനെ ബിസിനസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. സാധാരണക്കാരൊന്നും അറിയത്തില്ല. അവൻ വളർന്നു വരുമ്പോഴത്തേന് അവൻ്റെ പ്രായവും കഴിയും, അവന് ബിസിനസ്സും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിന് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ ജീവിതത്തിൽ സേഫ് ആക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് 10, 30, 40 വയസ്സ് വരെ ജീവിക്കാനുള്ള പൈസയോ സാഹചര്യമോ കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക. 10 വയസ്സിൽ അവരെ പിടിക്കുക, അല്ല 5 വയസ്സിലെ പിടിച്ചിട്ട് ഒരു 5 ഒളിമ്പിക്സ് ഒരു ഒളിമ്പ്യൻസിനാണ്. ഓരോ ഒളിമ്പിക്സ് കഴിയുമ്പോൾ എനിക്ക് വിഷമം വരും. നമ്മൾ യാചിക്കുക, ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടിയില്ല, ഇന്ത്യക്ക് ഒരു വെള്ളി കിട്ടിയില്ല. എന്തിനാ യാചിക്കുന്നു? 150 കോടി ആൾക്കാരുള്ളതിന് ഒരു 50 പേരെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വിട്ടാൻ പറ്റില്ല. ആരുടെ തെറ്റ്? ഈ ജനത്തിൻ്റെ തെറ്റാണോ? ഹൂ ഈസ് റെസ്പോൺസിബിൾ എന്നുള്ള ചോദ്യം. ആ കൂട്ടത്തിലാണ് ഞാനും വരുന്നത്. അപ്പോൾ എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. ഈ സംവിധാനത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. ബേസിക്കലി അൾട്ടിമേറ്റ്ലി എല്ലാം തട്ടി നിൽക്കുന്ന പൈസയിലാണല്ലോ തട്ടി നിൽക്കുന്നത്. പൈസ കൊണ്ട് എനിക്ക് ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോലും വരേണ്ട ആവശ്യമില്ല. എനിക്ക് എക്സ്പെക്ടേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എനിക്കിത് പറയാനൊരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നിവിടെ പറയുന്നത്. ഇപ്പോൾ താങ്കളുടെ കഥ പറഞ്ഞപ്പോൾ ഏകദേശം 30 വർഷം കാത്തിരുന്നു നല്ലൊരു മൗണ്ടനറായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ജനറേഷന് നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് അവരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നാട്ടിൽ മൗണ്ടനറിങ്ങിന് അധികം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം വലിയ മൗണ്ടൻസ് നമുക്ക് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാൾക്ക് അവനെ മോൾഡ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്, അവനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്നോ മൗണ്ടനറിങ്ങിന് വേണ്ടിയിട്ട്? യെസ്. നാട്ടിലൊരു മൗണ്ടനർ ആവണമെങ്കിൽ ആദ്യം നമുക്ക് ഒരുപാട് ട്രക്കും ട്രെയിലും ഒക്കെ ഉണ്ട്. അതൊക്കെ കയറി പ്രകൃതിയായിട്ട് നല്ല കണക്റ്റഡ് ആകുക. കാരണം നമ്മൾ മൗണ്ടനറിങ് എന്ന് വെച്ചാൽ പ്രകൃതിയിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു പ്രാപ്തി ആവണം നമുക്ക് ആദ്യം. അത് നമുക്ക് യാത്രകളിലൂടെയും ട്രക്കിങ്ങുകളിലൂടെയൊക്കെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അതിനുശേഷം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കേരളത്തിൽ വെക്കുന്നത് അത്ര ഫീസിബിൾ അല്ല. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് തിരിച്ച് കേരളത്തിൽ വരണം. എന്നിട്ട് നിരന്തരമായി ട്രക്കുകൾ ചെയ്യാൻ ശ്രമിക്കണം, നിരന്തരമായി മൗണ്ടനറിങ് ചെയ്യാൻ ശ്രമിക്കണം. മൗണ്ടനറിങ് കമ്മ്യൂണിറ്റികളുടെ കൂടിക്കഴിഞ്ഞാൽ അത് സാധിക്കും. പിന്നെ മൗണ്ടനറിങ്ങിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ബ്രീത്തിങ് എക്സസൈസാണ്. നമ്മൾ ബ്രീത്തിങ് നമ്മുടെ പെർഫെക്റ്റ് ആക്കി മാറ്റണം. ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള എക്സസൈസുകളുണ്ട്, നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. യോഗയ്ക്കകത്ത് തന്നെ ഒരുപാട് എക്സസൈസുകൾ ബ്രീത്തിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഈ ലെങ്സാണ് നമ്മളെ കൊണ്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഋദ്ധമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ എത്ര എഫോർട്ട് എടുത്ത് ഒരു ട്രക്കിലോ ട്രെയിനിലോ മൗണ്ടനിലോ നടക്കുകയാണെങ്കിലും നമുക്ക് ഹേർട്ട് ബീറ്റ് കൂടാൻ പാടില്ല. അതാണ് ഒരു നല്ല ട്രക്കറിൻ്റെ കഴിവ്. നമ്മൾ കിതച്ച് മുകളിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ നോർമൽ ബ്രീത്തിൽ തന്നെ മുകളിലോട്ട് നടക്കാൻ പറ്റുമെങ്കിൽ യു ആർ എ ഗുഡ് മൗണ്ടനെയർ.
അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സസൈസുകളും ബാക്കി കാർഡിയോയും ഒക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ ജിമ്മുകളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഏതെങ്കിലും 5000 6000 മീറ്ററുകൾ പീക്കുകളൊക്കെ കയറുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല മൗണ്ടനർ ആകാൻ സാധിക്കും. നമുക്ക് നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ പറ്റുമായിരിക്കും തോന്നുന്നു എനിക്കിതൊക്കെ. ഒരു മൗണ്ടനർ എന്ത് പറഞ്ഞാലും നല്ലൊരു വ്യക്തിയായിരിക്കും. കാരണം പ്രകൃതിയുമായിട്ട് കിടപിടിക്കുന്ന, പ്രകൃതിയായിട്ട് ഇഴചേർന്ന് പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി തരുന്ന വെള്ളമായിരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുടിക്കുന്നത്, സൂര്യപ്രകാശത്തിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്, ശുദ്ധമായിട്ടുള്ള വായു ശരീരത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ റീജനറേറ്റ് ചെയ്യും, നമ്മൾ പുതിയൊരാളായിട്ട് മാറും. അത് പലരും പറയുന്നുണ്ട്. കേരളത്തിലെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് തന്നെ പോയിട്ട് 3 ദിവസം ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 30 ദിവസം നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മാസമോ അല്ലെങ്കിൽ 50 ദിവസമൊക്കെ മലയിൽ പോയിട്ട് വരുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് അനുഭവങ്ങളും അല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ഒന്ന് ചേഞ്ച് ചെയ്യും, റീഫ്രഷ് ഫീൽ ചെയ്യും നമുക്ക്. റിഫ്രഷ്മെൻറ്റ് മാത്രമല്ല, ഇതിനകത്ത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 21 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ മരിച്ചിട്ട് വീണ്ടും ജനിക്കും. അപ്പോൾ ഒരു 50 100 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം നിങ്ങൾ മൗണ്ടനിൽ പോയിട്ട് വരിക എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങളൊരു പുതിയ ആളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. 21 ദിവസം കൊണ്ട് ഒരു സെല്ല് ജനിക്കും. ചിലപ്പോൾ 45 ദിവസത്തിനുള്ളിൽ എല്ലാം നിങ്ങളൊരു പുതിയ ബോഡിയാണ് വരുന്നത്. അപ്പോൾ ഈ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന എനർജി, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പം നിങ്ങളുടെ അസുഖങ്ങൾ വരെ ഇല്ലാതാവും. ഇതൊരു വലിയ തെറാപ്പിയാണ് ബേസിക്കലി. നിങ്ങൾ വേറെ മരുന്നൊന്നും കഴിക്കണ്ട. കാരണം മൗണ്ടനിൽ പോകുമ്പോൾ നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്, മെൻ്റലി വർക്ക് ചെയ്യുന്നുണ്ട്. മെൻ്റലി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസത്തെ ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജോലിയിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സ്ട്രെസ് മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി എനിക്കില്ല. അത് സർക്കാർ ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പ്രൈവറ്റുകാർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, വീക്കെൻഡ് പാർട്ടിയൊക്കെ നടത്തി തരുന്നുണ്ട്. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ല. നല്ലപോലെ ട്രക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ അവർക്ക് സമാധാനം എന്താണെന്ന് മനസ്സിലാവും, സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് മനസ്സിലാവും. അതുമൂലം അവർക്കുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഭയങ്കര വലുതാണ്. ഇത് നമ്മൾ ആരെല്ലാം കാണിക്കാൻ വേണ്ടി ട്രക്ക് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സാധനമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ പ്രകൃതിയെ അറിഞ്ഞ് ഒരു ദിവസം കൂടെ താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിലാക്സ് മൂഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല അവിടെ പോയിട്ട് എനിക്ക് മലയുടെ മുകളിൽ എനിക്ക് ചോറും കറിയും വേണം, മലയുടെ മുകളിൽ എനിക്ക് എന്താ പറയുക ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഉള്ള ഭക്ഷണം കഴിച്ച് അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ബോഡിക്ക് കിട്ടുന്ന ഒരു റീജുവനേഷൻ, അത് ഞാൻ നേരത്തെ -30യുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്കും കണ്ടിട്ട് പോകാതിരിക്കുക. ആൾക്കാർ പറയും ഈ സ്ഥലം സ്വർഗ്ഗമാണ്, ഈ സ്ഥലത്തിനെ പോലെ വേറെ സ്ഥലമില്ല. എല്ലാ സ്ഥലവും സ്വർഗ്ഗമാണ്. എൻ്റെ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ഥലവും സ്വർഗ്ഗമാണ്. കാരണം നമ്മുടെ ചിന്താഗതിയാണ് അതിനെ സ്വർഗ്ഗമാക്കി മാറ്റുന്നത്, നരകമാക്കി മാറ്റുന്നത്. ഒരു സ്ഥലം മനോഹരമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ല അവിടുത്തെ ക്ലൈമറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അവിടെ സ്വർഗ്ഗമായിട്ട് മാറും. എത്ര ചൂടുള്ള സ്ഥലമാണെങ്കിൽ തന്നെ. സഹാറ മരുഭൂമിയിലൊക്കെ എത്ര ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്, അവിടെ അവർ പറയുന്നത് സ്വർഗ്ഗമാണെന്നാണ് പറയുന്നത്, ഇത്ര ചൂടായിട്ട് തന്നെ. നമ്മുടെ മെൻറ്റാലിറ്റിയാണ്.